ബാലകനായ കൃഷ്ണ ഭഗവാൻ തന്റെ ചെറുവിരലിനാൽ ഗോവർദ്ധന പർവ്വം, അത്രയും വലിയ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തി നിർത്തുന്ന ചിത്രം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഇത് എന്തിനു വേണ്ടിയാണ് കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതത്തെ തന്റെ ചെറുവിരലിൽ ഉയർത്തിയത്? ആ കഥ നമുക്ക് കേൾക്കാം. വൃന്ദാവനത്തിലെ ജനങ്ങൾ ഓരോ വർഷവും മഴയുടെ ദേവനായ ഇന്ദ്രനെ വലിയ ആഘോഷത്തോടെ പൂജിച്ച് വണങ്ങുക പതിവായി. എന്നാൽ ഒരു വർഷം ബാലകനായ കൃഷ്ണൻ അവരോട് ചോദിച്ചു, ഇന്ദ്രനെ എന്തിനു നമ്മൾ നന്ദി പറയണം? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഈ സൗഭാഗ്യത്തിൻ്റെയും നിങ്ങളുടെ എല്ലാ സമൃദ്ധിയുടെയും കാരണം ഇന്ദ്രനാണെന്ന്? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഈ ഗോവർദ്ധന പർവ്വതമല്ലേ നിങ്ങൾക്കെല്ലാം തരുന്നത്, നമുക്കെല്ലാം തരുന്നത്? ഈ കൃഷിയിടങ്ങളിലേക്ക് ഒഴുകുന്ന വെള്ളവും അതുപോലെ തന്നെ കാലികൾക്കുള്ള പുല്ലും മറ്റെല്ലാം തന്നെ ഈ പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ നിന്ന് അല്ലേ നമുക്ക് കിട്ടുന്നത്? അപ്പോൾ നമ്മൾ ഈ ഗോവർദ്ധന പർവ്വതത്തെ അല്ലേ വാങ്ങേണ്ടത്? ജനങ്ങൾ കൃഷ്ണന്റെ വാക്കുകൾ കേട്ടു. അവർക്ക് അത് ഒരുപക്ഷെ നേരാണ്, യാഥാർത്ഥ്യമാണെന്ന് തോന്നിയത് കൊണ്ടാകാം അവർ ഇന്ദ്രനെ പൂജിക്കുന്നതിന് പകരം ഗോവർദ്ധന പർവ്വതത്തെ പൂജിക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ ഇത് ഇന്ദ്രന്റെ കാറിൽ ഇന്ദ്രന് ഒരിക്കലും ഇത് സഹിക്കാവുന്ന ഒന്നായിരുന്നില്ല. അദ്ദേഹം വളരെ കോപിഷ്ഠനായി. അദ്ദേഹം എന്ത് ചെയ്തു? ഇന്ദ്രൻ വന്ന് കാറ്റിന്റെയും മഴയുടെയും ഇടിയുടെയും എല്ലാം ദേവനല്ലേ. അദ്ദേഹം അതിശക്തമായ ഒരു കാറ്റും മഴയും ഇടിയും എല്ലാം ഒരു പ്രളയം തന്നെ സൃഷ്ടിച്ചു. അപ്പോ ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ താഴ്ഭാഗത്തിൽ ഉള്ള എല്ലാ ജനങ്ങളും ഭയപ്പെട്ടു. അവര് ആകെ ഭയന്ന് വിറങ്ങലിച്ച് നേരെ കൃഷ്ണന്റെ സമീപത്തോടി കൃഷ്ണനോട് അഭയം യാചിച്ചു. കൃഷ്ണനോട് അവർ സഹായം ചോദിച്ചു. എന്ത് ചെയ്യാൻ കൃഷ്ണ? ഇപ്പോൾ ആര് ഞങ്ങളെ ഇതിൽ നിന്ന് രക്ഷിക്കും? അപ്പോൾ കൃഷ്ണൻ ഒരു ചെറിയ ചിരിയോടുകൂടി അവരെ എല്ലാവരെയും തന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു. കൃഷ്ണൻ നേരെ ഗോവർദ്ധന പർവ്വതത്തിന് താഴെ പോയിട്ട് എല്ലാ ജനങ്ങളും കണ്ടുകൊണ്ട് നിൽക്കെ കൃഷ്ണൻ തൻ്റെ ചെറുവിരലിനാൽ ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തി. ഗോവർദ്ധന പർവ്വതത്തെ എടുത്തുയർത്തുക മാത്രമല്ല, അടുത്ത 7 ദിവസം അതേപോലെ അദ്ദേഹം ആ ഗോവർദ്ധന പർവ്വതത്തെ ഉയർത്തിക്കൊണ്ട് അവിടെ നിലകൊണ്ടു. ഇതിനാൽ ആ പ്രളയവും കാറ്റും മഴയും പേമാരിയും ഒന്നും തന്നെ ആ ജനങ്ങളെ ബാധിച്ചില്ല. കാരണം അവരെല്ലാവരും ആ പർവ്വതത്തിന് കീഴിൽ ഭദ്രമായിരുന്നു. അപ്പോൾ ഇത് ഇന്ദ്രൻ എങ്ങനെ ബാധിച്ചു? ഇന്ദ്രൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്ന അഹങ്കാരം, സത്യസന്ധമായി താനല്ല, ഈ പ്രകൃതിയാണ് വലുത് എന്നുള്ള ബോധ്യം ഇന്ദ്രനുണ്ടായി. ഇന്ദ്രൻ കൃഷ്ണനോട് വന്ന് മാപ്പ് പറഞ്ഞു, മാപ്പ് ചോദിച്ചു. അങ്ങനെ ഇന്ദ്രന്റെ അഹങ്കാരം ഇതിലൂടെയാണ് കൃഷ്ണൻ ഇന്ദ്രനെ അഹങ്കാരത്തിൽ നിന്നും മുക്തമാക്കിയത്. അപ്പോൾ ഈ കഥ നമ്മൾ പഠിപ്പിക്കുന്നത് പ്രകൃതിയെ ആദരിക്കാനും സംരക്ഷിക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു സന്ദേശമാണ്. പ്രകൃതി നമുക്ക് ജീവിതത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകും. കൂടാതെ ഈ കഥ നമ്മോട് പറയുന്നത് എന്താണെന്നാൽ, നമ്മൾ എത്ര ചെറുതായാലും ശരിയായ കാരണങ്ങൾക്കായി നിലകൊള്ളുമ്പോൾ വലിയ മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയും. ഇത്രയും ചെറിയ ബാലകനായ കൃഷ്ണൻ ഒരു വലിയ ദേവനെ പരാജയപ്പെടുത്തുന്നത് കണ്ട് ഈ അത്ഭുതമായ കഥ അതിനെ ഒരു സൂചനയാണ്. ഇന്ന് ഈ കഥ കേൾക്കാൻ സമയം ചിലവഴിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി.